ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നാരായണീയത്തിലെ 93-ാം ദശകം പഠിക്കാം. ഈ ദശകത്തിലെ 24 ഗുരുക്കന്മാരെക്കുറിച്ചാണ് പ്രധാനമായിട്ട് പറയുന്നത്. ബന്ധുസ്നേഹം വിജഹ്യാം തവ ഹി കരുണയാ ത്വയുപാവേശിതാത്മാ സർവം ത്യക്ത്വാ ചരേയം സകലമപി ജഗദ്വീക്ഷ്യമായാവിലാസം നാനാത്വാത് ഭ്രാന്തിജന്യാത് സതി ഖലു ഗുണദോഷാവബോധേ വിധിർവാ വ്യാസേതോ വാ കഥം തൗ ത്വയി നിഹിതമതേർവീതവൈഷമ്യബുദ്ധേ. ബന്ധുസ്നേഹം വിജഹ്യാം, ബന്ധുക്കളുമായിട്ടുള്ള സ്നേഹം ഉപേക്ഷിക്കാം. തവ ഈ കരുണയാ, നിന്റെ കരുണയാൽ, അതിന് ഭഗവാന്റെ കാരുണ്യം വേണം. ഹി എന്ന് പറഞ്ഞാൽ നിശ്ചയയോഗ്യമാണ്. ത്വയി ഉപാവേശിതാത്മാ, നിന്നിൽ ത്വയി ഉപാവേശിതാത്മാ, നിന്നിൽ പ്രവേശിച്ച ആത്മാവോടുകൂടിയെന്ന് നിന്നിൽ ഭക്തി വർദ്ധിച്ചവൻ ആയിട്ട് എന്നർത്ഥം. സർവം ത്യക്ത്വ, എല്ലാം ഉപേക്ഷിച്ചിട്ട് ചരേയം, ഞാൻ സഞ്ചരിക്കാം എന്നാണ്. സകലമപി, എല്ലാത്തിനെയും തന്നെ, ജഗദ്വീക്ഷ്യ മായാവിലാസം, സകലം ജഗത്ത്, എല്ലാ ജഗത്തിനെയും മായാവിലാസമാണ് എന്ന് വീക്ഷ കണ്ടിട്ടെന്ന് പറഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കിയിട്ട്, നാനാത്വാത് ഭ്രാന്തിജന്യാത്, ഭ്രാന്തിജന്യാത് നാനാത്വാത്, ഭ്രമം കൊണ്ടാണ് നാനാത്വം ഉണ്ടാകുന്നത്. നാനാത്വം എന്ന് പറഞ്ഞാൽ രണ്ടെന്നുള്ള ബോധം ഉള്ളൂ, ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നാതെ എല്ലാം വേറെ വേറെയാണ് എന്നുള്ള തോന്നൽ. സതി, അങ്ങനെ ഉള്ളപ്പോൾ ഖലു, അങ്ങനെയുള്ളപ്പോഴാണ് നിശ്ചയമായും ഗുണദോഷാവബോധയെ, ഗുണം ദോഷം എന്നുള്ള ചിന്തയൊക്കെ വരും. ചില അതിൽ ഗുണമാണ്, ചിലർ അല്ലെങ്കിൽ ചിലത് ദോഷമാണ് എന്നുള്ള ചിന്തയുണ്ടാവും. അങ്ങനെ ഉണ്ടാവുമ്പോൾ അന്നേരമാണ് വിധിർവ വ്യാസേധോവ, വിധി വ്യാസേധാവ, വിധി നിഷേധങ്ങൾ, ഇന്നത് നല്ലതാണ് ഇന്നത് നല്ലതല്ല എന്നൊക്കെയുള്ള ചിന്തയൊക്കെ ഉണ്ടാകുന്നതെല്ലാം ഈ നാനാത്വാദാണ്. ഭ്രാന്തിജന്യമായ നാനാത്വ, രണ്ടെന്നുള്ള ഭാവം വരുമ്പോഴാണ്. കഥം തൗ, ഇവ രണ്ടും എങ്ങനെയാണ്, ത്വയി നിഹിതമതേഹേ, നിന്നിൽ മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി, ബുദ്ധി ഉറപ്പിച്ച ഒരാൾക്ക്, മൃതേഹേ വീതവൈഷമ്യ ബുദ്ധേഹേ, വീതം എന്ന് പറഞ്ഞാൽ പോയത്, വൈഷമ്യ ബുദ്ധി എന്ന് പറഞ്ഞാൽ സമമല്ല എന്നുള്ള ബുദ്ധി പോയത്. അപ്പോൾ ആ നാനാത്വ ബുദ്ധി പോയവർക്കത് എങ്ങനെ ആണ് ഉണ്ടാകുന്നത്? നിന്നിൽ ഭക്തി ഉള്ളവർക്ക് ഈ തോന്നലുണ്ടാവുകയില്ല എന്നുള്ളതാണ്. തൃഷ്ണാലോപമാത്രേ സതതകൃതധിയോ ജന്തവസന്ത്യനന്താസ്തേഭ്യോ വിജ്ഞാനവത്വാത് പുരുഷൈഹ വരസ്തജ്ഞനിർദുർലഭൈവ തത്രപ്യാത്മാത്മനസ്യാത് സുഹൃദവിചരിവുസ് യസ്ത്വയിന്യസ്തചേതാസ്താവോച്ഛിത്തേരുപായം സ്മരതി സഹി സുഹൃത് സ്വാത്മവൈരീതതുന്യം. ക്ഷുതൃഷ്ണാലോപമത്രേ, ക്ഷുത്ത് എന്ന് പറഞ്ഞാൽ വിശപ്പ്, തൃഷ്ണയ്ക്ക് ദാഹമൊന്നും ആഗ്രഹമൊന്നുമുണ്ട്, അതിൻ്റെ ലോപം, അതില്ലാതാക്കുന്നതിൽ മാത്രം സതതം എപ്പോഴും കൃതധിയ, ബുദ്ധി വ്യാപരിക്കുന്നവർ. മറ്റു ജന്തുക്കളെല്ലാം അങ്ങനെയാണ്. അവർക്ക് എന്തെങ്കിലും പുസ്തകം വായിക്കണം, ഭഗവാനെക്കുറിച്ച് അറിയണം, അങ്ങനെയൊന്നും ഇല്ലല്ലോ. ജന്തുക്കൾ ഏതാണ്ട് വളരെ കൂടുതലും ഇങ്ങനെ തന്നെയാണ്. ആ വിശപ്പും ദാഹവും അല്ലെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ മാറ്റണമെന്ന് മാത്രമേ ഉള്ളൂ. ജന്തുക്കൾ സന്ധി അനന്താഹ ജന്തവ സന്ധി, അനന്തം, വളരെ ഏറ്റവും കൂടുതൽ, വളരെ കൂടുതൽ ജന്തുക്കൾ അങ്ങനെ തന്നെയാണ്. സന്ധി എന്ന് പറഞ്ഞാൽ ഉണ്ട്. തേഭ്യ, അത് അവരിൽ വെച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജന്തുക്കളിൽ തന്നെ വിജ്ഞാനം എന്നുള്ളൊരു കാര്യം, വിജ്ഞാനം എന്ന് പറഞ്ഞാൽ വിശേഷേന ജ്ഞാനം എന്ന് പറയാം. പ്രധാനമായിട്ടും ഈശ്വരനെക്കുറിച്ചുള്ള മറ്റ് ഒരു ജന്തുക്കൾക്കും ഇല്ലല്ലോ. ജ്ഞാനവത്വാത്, അത് ഹേതുവായിട്ട് പുരുഷ ഇഹ, പുരുഷൻ, ഇവിടെ പുരുഷൻ മനുഷ്യൻ എന്നുള്ള അർത്ഥമാണ്. വരഹ, മനുഷ്യനാണ് ഏറ്റവും ശ്രേഷ്ഠം. തജ്ജനേർ ദുർലഭൈവ, ആ ജന്മം, ജനി എന്ന് പറഞ്ഞ ജന്മം ദുർലഭം തന്നെയാണ്. അതിനും അനേകം ജന്മം കഴിഞ്ഞാണ് മനുഷ്യജന്മം കിട്ടുന്നതെന്നാണ്. ദുർലഭ ഏവ ദുർലഭൈവ. തത്രാപ്യാത്മാത്മനസ്യാത് സുഹൃദപി, ആ മനുഷ്യജന്മത്തിൽ തന്നെ ആത്മാവ് ആത്മനഃ സുഹൃത്ത് ആയി മാറും. ഒരു ആത്മാവ് സ്വന്തം സുഹൃത്തായിട്ട് മാറും. ഒന്ന് ആത്മാവെന്നുള്ളതും മറ്റേത് സ്വന്തം എന്നുള്ളത്. എങ്ങനെയെന്നാണ് ഇനിയും പറയുന്നത്. അതുപോലെ സ്വന്തം
ശത്രുവുമായി മാറാം. അത് രണ്ടും ആ പറയുന്നത് എങ്ങനെയാന്ന്. സുഹൃദപിച്ച രിപുഹു, രിപു എന്ന് പറഞ്ഞാൽ ശത്രു. യസ് ത്വയിന്യസ്തചേതാഹ, നിന്നിൽ മനസ്സ് അർപ്പിച്ചവനാണെങ്കിൽ താപോച്ഛിത്തേരുപായം സ്മരതി, എല്ലാ ദുഃഖങ്ങളുടെയും ഉച്ഛിത്തി ഇല്ലായ്മ ചെയ്യുന്നതിൻ്റെ ഉപായം അവരോർക്കുന്നു. സഹി സുഹൃത്ത്, അങ്ങനെയുള്ള ആളാണ് സുഹൃത്ത്. അങ്ങയിൽ ഭക്തി ഉണ്ടെങ്കിൽ അവരെ ദുഃഖമെല്ലാം മാറ്റിയിട്ട് ആ ആത്മാവിൻ്റെ തന്നെ സുഹൃത്തായിട്ട് മാറുന്നു. സ്വാത്മവൈരി തതൊന്യ, അന്യൻ അങ്ങനെ ഭക്തിയില്ലാത്ത ആൾ സ്വാത്മവൈരി, തൻ്റെ തന്നെ ആത്മാവിൻ്റെ വൈരിയായിട്ടും ശത്രുവുമായിട്ടും മാറുന്നു. ഇനിയുള്ള പദ്യങ്ങളിൽ 24 ഗുരുക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ത്വത്കാരുണ്യേ പ്രവൃത്തേ കൈവ നഹി ഗുരുർലോകവൃത്തേപി ഭൂമൻ സർവക്രാന്താപി ഭൂമേർന്ന ഹി ചലതി തതഃ സക്ഷമാം ശിക്ഷയേയം ഗൃഹീയാമീശ തത്തദ്വിഷയപരിചയേപ്യപ്രസക്തിം സമീരാദ്വ്യാപ്തത്വം ചാത്മനോ മേ ഗഗനഗുരുവശാത് ഭാതു നിർലേപതാജ. ഈ പദ്യത്തിലെ 3 ഗുരുക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ത്വത്കാരുണ്യേ പ്രവൃത്തെ, നിന്റെ കാരുണ്യം പ്രവർത്തിക്കുമ്പോൾ എന്നുള്ള സത്യസപ്തമ പ്രയോഗമാണല്ലോ. കഹ ഇവ നഹി ഗുരുഹു, ആര് തന്നെയല്ല, ഗുരു ആര് തന്നെയല്ല. ലോകവൃത്തെ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ തന്നെ പ്രവൃത്തിയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടും തന്നെ ഉള്ളതിൽ ആരാണ് ഗുരു അല്ലാത്തത്? ഭൂമനല്ലയോ പ്രഭു എന്നർത്ഥം. സർവക്രാന്താപി ഭൂമി എല്ലാവരും ആക്രമിക്കപ്പെടുന്നവളാണ്. കുഴിക്കുക, ഖനനം നടത്തുക, വലിയ എത്രയോ ആക്രമണമാണ്. അങ്ങനെയുള്ള ഭൂമി എന്ത് ചെയ്യുന്നു? നഹി ചലതി, പക്ഷേ പ്രതിഷേധിക്കുന്നൊന്നുമില്ല, അനങ്ങുന്നില്ല എന്നർത്ഥം. തതഃ, അതിൽ നിന്ന് സക്ഷമാം ശിക്ഷയേയം, ക്ഷമയെക്കുറിച്ച് ഞാൻ പഠിക്കുന്നു. അപ്പോൾ ഭൂമിയാണ് ആദ്യത്തെ ഗുരു. ഗൃഹീയാമീശ തത്തദ്വിഷയപരിചയപ്രസക്തിം സമീരാത്, സമീരൻ എന്ന് പറഞ്ഞാൽ വായുവിൽ നിന്ന് ഞാൻ തത്തദ്വിഷയപരിചയ, വായു ഓരോ പദാർത്ഥങ്ങളിൽ സ്പർശിക്കുന്നുണ്ടല്ലോ, പക്ഷേ ആ പദാർത്ഥത്തിൻ്റെ സ്വഭാവം വായുവിന് ഇല്ല. ആ സമയം കഴിഞ്ഞാൽ വായു സാധാരണ വായുവായിട്ടങ്ങ് മാറുകയാണ്. അത് വിഷയപരിചയവി അപ്രസക്തി. ഞാനും അങ്ങനെ ഒന്നിൽ തന്നെ അങ്ങനെ ഗാഠമായിട്ട് അതിൽ തന്നെ ലയിച്ചിരിക്കുകയില്ല എന്നർത്ഥം. അതാണ് ഗൃഹീയാം, ഞാനത് സ്വീകരിക്കുന്നു. അപ്രസക്തിയെ അത് ആരിൽ നിന്നാണ്? സമീരാത്, വായുവിൽ നിന്ന്. വായുവാണ് രണ്ടാമത്തെ ഗുരു. പിന്നെ ഇനിയും ആകാശത്തിൻ്റെ കാര്യമാണ്. വ്യാപ്തത്വം ചാത്മനോമേ ഗഗന ഗുരുവശാത്, ഗഗനം ആകാശമാണ്, ആകാശമാണ് ഗുരു എന്നുള്ളതിൽ നിന്ന് ആത്മനഃ വ്യാപ്തത്വം, ആത്മാവിൻ്റെ ഈശ്വരൻ്റെ വ്യാപ്തത്വം, വ്യാപ്തിയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കാം. ഞാൻ എന്നുള്ള ഭാവമല്ല, ഗഗനം പോലെ ഈശ്വരൻ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള ആ ഭാവത്തെ. അത് നിർലേപതാജ, അതുകൊണ്ട് ആ ആകാശത്തിന് ഒരു സ്ഥലത്ത് മാത്രം നിൽക്കുന്ന ആളല്ലല്ലോ. നിർലേപത എന്ന് പറഞ്ഞാൽ ഒന്നിലും ഒട്ടി നിൽക്കുന്നില്ല. അതാണ് ആ ഭാവവും ഞാൻ ആ ആകാശത്തെ ഗുരുവായിട്ട് സ്വീകരിച്ചിട്ട് മനസ്സിലാക്കാം അർത്ഥം. അടുത്ത പദ്യത്തിൽ ഇതുപോലെ 4 ഗുരുക്കന്മാരെ പറയുന്നുണ്ട്. ജലം, അഗ്നി, ചന്ദ്രൻ, സൂര്യൻ, ഇവരുടെ കാര്യം പറയുന്നു. സ്വച്ഛസ്യാം പാവനോഹം മധുര ഉദകവത് വന്യവൻ മാസ്മ ഗൃഹാം സർവാന്യേനോ വിദോഷം തരുഷു തമിവ സ്മാം സർവഭൂതേഷ്വേയം പുഷ്ടിർനഷ്ടി കലാനാം ശശിനൈവ തനോർനാത്മനോസ്തീതി വിദ്യാം തോയാദിവ്യസ്തമാർത്താണ്ഡവതവിച തനുഷ്വേഗതാം തുത്പ്രസാദാത്. സ്വച്ഛസ്യാൻ, ഞാൻ സ്വച്ഛനായിട്ടിരിക്കാം. ആരെപ്പോലെ? ഇനിയും ജലത്തെ പോലെയാണ്. പാവന, അതുപോലെ തന്നെ പാവനൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധിയാക്കുന്നവനാണ്. പാവനൻ ഞാൻ എല്ലാവർക്കും പരിശുദ്ധി നൽകുന്നവനായിട്ടും സ്വച്ഛനായിട്ടും. മധുരഹ, മധുരൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സൗഹൃദം നൽകുന്ന മധുരൻ. അത് ഇതെല്ലാം ജലത്തിൻ്റെ ഗുണമാണ്. ഉദകം എന്ന് പറഞ്ഞാൽ ജലം. ഉദകത്തിനാണ് ഈ സ്വഭാവമൊക്കെ ഉള്ളത്. സ്വച്ഛമാണ്, പരിശുദ്ധമാക്കുന്നതാണ്, സ്വാദുണ്ട് എന്നർത്ഥം. പിന്നെ വന്നി, അഗ്നി എൻ്റെ ഗുരു. അപ്പോൾ അങ്ങനെ ജലം ഗുരുവായി, അഗ്നി ഗുരുവാകുന്നത് എങ്ങനെ? മാസ്മ ഗൃഹാം ദോഷം എന്നാണ്. അഗ്നിയെ പോലെ എന്നെ ദോഷം, അടുത്ത വരിക ദോഷം ഗ്രഹിക്കരുത്. അഗ്നിക്ക് സർവാന്യീനാവി, അഗ്നിയുടെ വിശേഷണമാണ്. എല്ലാ അന്നത്തെയും, എല്ലാം അന്നമായിട്ട്
സ്വീകരിക്കുന്നവനാണ്. അഗ്നി ഇതെല്ലാം ദഹിക്കുമല്ലോ. പക്ഷേ അഗ്നിക്ക് ആ ദഹിക്കുന്നത് നല്ല കാര്യം അല്ലെങ്കിൽ പോലും അതിൻ്റെ ദോഷമില്ല. അതുപോലെ ആകണം ഞാൻ ആരുമായിട്ടും ഇടപെട്ടാൽ അല്ലെങ്കിൽ എന്ത് കാര്യമായിട്ടും ഇടപെട്ടാലും അതിൻ്റെ ദോഷം എനിക്ക് വരരുത് എന്നർത്ഥം. ഈ അഗ്നിക്ക് പിന്നെ ഉണ്ട് തരുഷു തമിവം ആം സർവഭൂതേഷ്വവേയാമുണ്ട്. തരുഷു വൃക്ഷങ്ങളിലെ തം അഗ്നിയെ എന്നതുപോലെ വൃക്ഷത്തിൽ എന്താണ് സർവഭൂതേഷ്വവേയം. അഗ്നിക്കൊരു സ്വഭാവമുള്ളത് എവിടെ എന്ത് ദഹിച്ചാലും അഗ്നിയിൽ ദഹിച്ചാലും ആ വസ്തുവിൻ്റെ സ്വഭാവം അഗ്നിക്കില്ല. ഉദാഹരണമായിട്ടൊരു അതാണ് തരുഷു ഇവാന്ന്. ഒരു വൃക്ഷ അഗ്നിക്കിരയായാൽ അഗ്നിക്ക് ആ വൃക്ഷത്തിൻ്റെ സ്വഭാവമില്ല എന്നർത്ഥം. അതുപോലെ എല്ലാ വസ്തുക്കളിലും എനിക്കൊരുപോലെയുള്ള ഭാവം ഉണ്ടാകണം എന്നുള്ളതാണ്. അത് ഞാൻ അഗ്നിയിൽ നിന്ന് പഠിക്കാം. പുഷ്ടിർനഷ്ടി കലാനാം ശശിനൈവതനോഹു എന്നാണ്. ശശിനഹ ഇവ, ശശി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ എന്നതുപോലെ ചന്ദ്രൻ്റെ പുഷ്ടിയും നഷ്ടിയും ഉണ്ടല്ലോ. ചന്ദ്രൻ്റെ കല കൂടിയും കുറഞ്ഞും വരുമല്ലോ. നഷ്ടി എന്ന് പറഞ്ഞാൽ നഷ്ടം തന്നെ. കലാനാം ചന്ദ്രക്കലകൾക്കുള്ള പുഷ്ടിയും കുറവും വരും. അതുപോലെ അത് ശരീരത്തിൻ്റെ ശരിക്കും ചന്ദ്രൻ അങ്ങനെ വരുന്നില്ല എന്നുള്ളത് അതൊരു തോന്നലാണെന്നുള്ള അത് തനോഹം അതുപോലെയുള്ളൂ. ഈ ശരീരത്തിനേ ഉള്ളൂ ഏത് ഈ പുഷ്ടിയും നഷ്ടവും. ആത്മനഃ ആത്മാവിനില്ല എന്ന് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കാം. ഇത് വിദ്യാം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാം. ചന്ദ്രൻ അങ്ങനെ ഒരു ഗുരുവായി. ഇനിയും സൂര്യനാകുന്നത് തോയാദിവ്യസ്തമാർത്താണ്ഡവദവി. സൂര്യന് മാർത്താണ്ഡൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ, അത് തോയാദി. ഇപ്പം തോയം ജലം, ആദി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ണാടി അല്ലെങ്കിൽ ജലം. ഇവിടെയൊക്കെ എവിടെ നോക്കിയാലും സൂര്യനെ കാണാം. വെള്ളം എവിടെ കിടന്നാലും അവിടെ എല്ലാം സൂര്യനെ കാണാം. വെള്ളത്തിൽ തന്നെ വെള്ളം അനങ്ങിയാൽ പലയിടത്തായിട്ടൊക്കെ കാണാം. പക്ഷേ ഒരു സൂര്യനെ ഉള്ളല്ലോ. അതാണ് തനുഷ് ഏകതാം. ആ ഈശ്വരൻ്റെ ഏകതയെയാണ് കണക്കാക്കുന്നത്. നമുക്ക് പലതായിട്ട് തോന്നുന്നു. നിൻ്റെ പ്രസാദം കൊണ്ട് അതും വിദ്യ എന്നുള്ളതിലോട്ട് എടുക്കണം, ഞാൻ മനസ്സിലാക്കാം എന്നുള്ളതിലേക്ക്. അടുത്ത പദ്യത്തിലെ കപോതം പക്ഷിയെ പെരുമ്പാമ്പ് സമുദ്രം ശലഭം വണ്ട് ഇവ ഗുരുക്കന്മാരാണെന്ന് പറയുകയാണ്. സ്നേഹാദ്വ്യാധാത്തപുത്രപ്രണയമൃത കപോതായിതോമസ്മഭൂവം പ്രാപ്തം പ്രാശ്നൻ സഹേയക്ഷുതമപി ശൈവത് സിന്ധുവത്സ്യാമഗാഥ മാപപ്തം യോഷിതാദൗ ശിഖിനി ശലഭവത് ഭൃംഗവത്സാരഭാഗീ ഭൂയാസം കിന്തു തത്വധനചയനവശാന്മാഹം ഈശപ്രണേശം. സ്നേഹം കൊണ്ട് അതൊരു കഥ പറയുകയാണ്. ഒരു ഏടൻ ഒരു കട്ടാളനെ അമ്പെയ്തൊരു വലയിൽ ഒരു പക്ഷിക്കുഞ്ഞിനെ പിടിച്ചു. അപ്പോൾ ഈ അതിൻ്റെ അച്ഛൻ പക്ഷി വന്നപ്പോൾ കുഞ്ഞ് വലയിൽ കിടക്കുന്നു. പക്ഷിക്ക് വളരെ ദുഃഖമായിപ്പോയി. അപ്പോൾ ആ പക്ഷി അതുകൂടി ഈ വലയിലെടുത്ത് ചാടി അങ്ങനെ നശിച്ചു പോയി എന്നൊരു കഥയുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. സ്നേഹം കൊണ്ട് വ്യാധൻ എന്ന് പറഞ്ഞാൽ കട്ടാളൻ ആത്തം പിടിച്ച പുത്രനോടുള്ള പ്രണയം കൊണ്ട് മൃതകപോതായുധ, ആ കപോതവും മൃതനായി. അതുപോലെ മാസ്മഭൂവം, ഞാൻ അങ്ങനെ ഭവിക്കരുത്. ഇവിടെ പറയുന്നത് അതുപോലെയാണ്. നമുക്ക് സ്നേഹം എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ സ്നേഹപാശത്തിൽ ബന്ധപ്പെടരുത്, ഞാൻ അങ്ങനെ വരരുത് എന്നുള്ളർത്ഥമാണല്ലോ. ആ കപോത പക്ഷിയാണ് എൻ്റെ ഗുരുവാണെന്നർത്ഥം. പ്രാപ്തം പ്രാശ്നൻ സഹേയ ക്ഷുധമപി. ക്ഷുധം എന്ന് പറഞ്ഞാൽ വിശപ്പ്, അതിനെ സഹിച്ചുകൊണ്ട് പ്രാപ്തം പ്രാശ്നൻ കിട്ടുന്നത്, പ്രാശ്നൻ എന്ന് പറഞ്ഞാൽ ഭക്ഷിച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞോളാം. ശയു എന്ന് പറഞ്ഞാൽ പെരുമ്പാമ്പ് വളരെ കാലം ഒന്നും ഭക്ഷിക്കാതെ ഒരു സ്ഥലത്ത് തന്നെ കിടക്കുന്നതായിട്ട് പറയാറുണ്ട്. അപ്പം ഞാനും ക്ഷുധം വിശപ്പൊക്കെ സഹിച്ചുകൊണ്ട് ഞാൻ നിന്നോളാം, ഞാൻ അതിനു വേണ്ടി ഇങ്ങനെ ഓടി നടക്കുകയില്ല എന്നുള്ളതിൽ. ശയുവത്ത് എന്ന് പറഞ്ഞാൽ ശയുവിനെ പോലെ. അത് പെരുമ്പാമ്പ് അങ്ങനെ ഗുരുവായി. സിന്ധുവത് ശ്യാമഗാഥ. സിന്ധു എന്ന് പറഞ്ഞാൽ സമുദ്രത്തെ പോലെ ഞാൻ അഗാധ എന്ന് പറഞ്ഞാൽ ആഴമുള്ളവൻ എന്നർത്ഥം. ഞാൻ അങ്ങയിൽ ഒക്കെ എനിക്ക് അഗാധമായ ഭക്തി ഉണ്ടാകാം എന്നുള്ളതാണ്. മാപപ്തം യോഷിതാദൗ. യോഷിത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീ. സ്ത്രീ തുടങ്ങിയ ലൗകിക ബന്ധങ്ങളിൽ പപ്പതം എന്ന് പറഞ്ഞാൽ പതിക്കരുത്, ഞാൻ പതിക്കുകയില്ല. എന്തുപോലെ ശിഖിനി ശലഭവത്. ശിഖി എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്. ശിഖിനി അഗ്നിയിൽ ശലഭത്തെ പോലെ ഞാൻ പതിക്കത്തില്ല. ശലഭം ഒക്കെ അഗ്നിയുടെ ആ തേജസ് കണ്ടുകൊണ്ട് ഓടി അടുത്ത് ചെന്നിട്ട് അതിലങ്ങ്
വീണ് പോകുമല്ലോ, ദഹിച്ചു പോകുമല്ലോ. അതുപോലെ ഞാൻ ആകുകയില്ല എന്നാണ്. ശലഭം എൻ്റെ ഗുരുവായി. അങ്ങനെ ഭൃംഗവത് സാരഭാഗി. ഭൃംഗം എന്ന് പറഞ്ഞാൽ വണ്ട്. വണ്ട് നമുക്കറിയാം, ഓരോ പൂവിലൊക്കെ പോയിട്ട് തേൻ കുടിക്കുന്നത് അറിയാം. ഇപ്പോൾ വലിയ വണ്ട് അല്പം കൂടെ വലുതാണെങ്കിലും അതിനേക്കാൾ ചെറിയ പൂവിൽ പോയി തേൻ കുടിച്ചാലും ആ പൂവിൻ്റെ ഈ ഒരു ഭാഗത്തിനെയും അത് നഷ്ടപ്പെടുത്തത്തില്ല. അതുപോലെ സാരഭാഗി, എനിക്ക് ആ തേൻ മാത്രം എടുക്കുന്നത് ഞാൻ ആവശ്യമുള്ളത് മാത്രമേ ഈ പ്രപഞ്ചത്തിൽ നിന്ന് എടുക്കുകയുള്ളൂ, അല്ലാതെ ഞാൻ അതിൽ കൂടുതൽ എടുക്കത്തില്ല എന്നുള്ളർത്ഥമാണ്. ഭൃംഗവിടെ വണ്ട് ഗുരുവായി. ഭൂയാസം അങ്ങനെ ഞാൻ ഭവിക്കാം. ഹിന്ദു തദ്വദ്ധനജയനവശാൻ മാഹമീശ പ്രണേശം. ഈ വണ്ടിന് ചില സമയത്ത് വണ്ട് താമര, ആമ്പലം തുടങ്ങിയ പൂവിൽ പോയിരുന്നാലേ അവിടെ കൂടുതൽ തേൻ കിട്ടുന്നത് അവിടെ തന്നെ ഇരുന്നു പോകും. അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും? സന്ധ്യയാകുമ്പോൾ താമരയാണെങ്കിൽ കൂമ്പും അതളെല്ലാം കൂടെ എടുക്കും. പിന്നെ അതിന് വെളിയിൽ പോകാനൊക്കത്തില്ല. അങ്ങനെ ഞാൻ പ്രണേശം, ഞാൻ അങ്ങനെ നശിക്കുകയില്ല. ധനചയനവശാൽ. ധനം എന്ന് പറഞ്ഞാൽ വണ്ടാണെങ്കിൽ ധനം അവിടെ തേനാണ്. ഇവിടെ ഞാൻ ധനചയനം എന്ന് പറഞ്ഞാൽ അതിനെ ധനത്തെ ശേഖരിക്കുക. അങ്ങനെ ഞാൻ നശിക്കുകയില്ല. വണ്ടിൽ നിന്ന് ഞാൻ രണ്ട് കാര്യം പഠിച്ചു. ഒന്ന്, ആവശ്യമുള്ളത് മാത്രമേ എടുക്കാവൂ, കൂടുതൽ ധനം എടുക്കരുത്. രണ്ട് കാര്യമാണ് പഠിച്ചത്. ആന, തേനെടുക്കുന്ന ആള്, പിന്നെ മാന്, മത്സ്യം, പിങ്കള, കുരരപ്പക്ഷി, അങ്ങനെ 6 പേര് ഗുരുക്കന്മാരായിട്ട് പറയുന്ന പദ്യമാണ്. മഹാബധ്യാസം തരുണ്യാഗജൈവ വശയാ നാർജയേയം ധനൗഹം ഹർത്താന്യസ്തം ഹി മാധ്വീഹരൈവ മൃഗവന്മാ മുഖം ഗ്രാമ്യഗീതൈ നാത്യാസജ്ജേ ഭുജ്യേ ഝഷൈവ വിളിശേ പിങ്കളാവൻ നിരാശ സുപ്യാം ഭർത്തവ്യയോഗാത് കുരരൈവ വിഭോ സാമിഷോന്യൈർന്നഹന്യൈ. മഹാബധ്യാസം, ഞാൻ ബന്ധിക്കപ്പെട്ട് നിൽക്കത്തില്ല. തരുണ്യ ഗജൈവ, തരുണ്യ നാമാധ്യാസം എന്നാണ്. തരുണിയോട് സ്ത്രീ വിഷയത്തിൽ ഞാൻ പോവുകയില്ല എന്നർത്ഥം. ഗജൈവ വശയ, അവിടെ പറയുന്നത് ഈ ആനയെ കൂട്ടിനകത്താക്കാനേ, വശ എന്ന് പറഞ്ഞാൽ പിടിയാനെ കൊണ്ട് നിർത്തിയാൽ ആന അതിൻ്റെ പുറകെ വരും. അങ്ങനെ അതിനെ കൂട്ടിനാക്കുന്ന ഒരു രീതിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ പിടിയാനെ എന്നതുപോലെ, പിടിയാനയാൽ ഗജം എന്നതുപോലെ എന്നാണ്. ഞാൻ ബന്ധിക്കപ്പെടത്തില്ല. അതുപോലെ നാർജയേയം ധനൗഹം, ആർജിക്കത്തില്ല. ധനൗഹം എന്ന് പറഞ്ഞാൽ ഓഹം കൂട്ടം, ധനം ഞാൻ ആർജിക്കുകയില്ല. അതിന് കാരണം പറയുന്നത് മധീഹരൻ എന്ന് പറഞ്ഞാൽ മധുവിനെ, തേൻ എടുക്കുന്ന ജോലിയുള്ളവരുണ്ടല്ലോ, അവരെ തേനീച്ചുകൊണ്ട് വെക്കുന്നതാണ് തേനെ. അത് പക്ഷേ എടുക്കുന്നത് തേനെടുക്കുന്ന ആളാണ്. കർത്താവ് എന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് പോകും. ഞാനതുകൊണ്ട് ധനം ആർജിക്കത്തില്ല എന്നാണ് പറഞ്ഞത്. അതിന് ഉദാഹരണമാണ് പറഞ്ഞത്. മധീഹരൻ എടുത്തുകൊണ്ട് പോകുന്നല്ലോ, അതുപോലെ അവിടെ തേനെടുക്കുന്ന ആളാണ് എൻ്റെ ഗുരു. അടുത്തത് മൃഗവൻ മുഖം ഗ്രാമ്യഗീതൈഹി. മൃഗം എന്ന് പറഞ്ഞാൽ മാനാണ്. മാനിനെ പോലെ, മാനിനെ കൂട്ടിനകത്താക്കാൻ ഒരു മാർഗം ഗ്രാമ്യഗീതം, നാടൻ കുഴലൂത്ത് കേട്ടാലേ മാൻ അത് കേട്ടുകൊണ്ട് നിൽക്കും. അതാണ് ഗ്രാമ്യഗീതം. അങ്ങനെ അതിനെ കൂട്ടിനകത്താക്കാം. ആ ഗ്രാമ്യഗീതങ്ങളാൽ ഞാൻ ബന്ധിക്കപ്പെടത്തില്ല എന്നർത്ഥം. മുഖം എന്ന് പറഞ്ഞാൽ മോഹിക്കത്തില്ല. അത് ഈ മാനിൻ്റെ അങ്ങനെ ഞാൻ ഗുരുവാണ്. മാനാണ് എൻ്റെ ഗുരു. അങ്ങനെ ഞാനങ്ങനെ മോഹിക്കത്തില്ല എന്നർത്ഥം. മുഖം ഗ്രാമ്യഗീതൈഹി. ഇവിടെ ഗ്രാമ്യഗീതം എന്നുള്ളത് ലൗകിക ഗീതം എന്ന് പറഞ്ഞാൽ നമുക്ക് ആകർഷകമായിട്ടുള്ള കാര്യമാണല്ലോ. അതിനെ കൊണ്ടൊന്നും ഞാൻ മോഹിക്കത്തില്ല എന്നർത്ഥം. നാത്യാസജ്ജേയ ഭോജ്യേയും, അതുപോലെ ഭോജ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ ഞാൻ അത്യാസജ്ജേയ അങ്ങനെ വരത്തില്ല. ശശൈവ വെളിശേ, അതിന് ഉദാഹരണമായിട്ട് മീൻ, ശഷം മീനാണ്. ബലിശം എന്ന് പറഞ്ഞാൽ ഈ ചൂണ്ട ഉണ്ടല്ലോ, ചൂണ്ടയിൽ ഒരു ചെറിയ മാംസകഷ്ണം വെച്ചിട്ടാണ് ചൂണ്ടയിടുന്നത്. അത് തിന്നാനാണ് ഈ മീൻ വരുന്നത്. അതുപോലെ ഭക്ഷണത്തിൽ ഞാൻ കൂടുതൽ താല്പര്യം കാണത്തില്ല. ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് കൊണ്ടാണല്ലോ, അതിന് കാലത്ത് വലിയ പ്രശ്നമാണല്ലോ. വെളിശം എന്ന് പറഞ്ഞാൽ ഈ ചെറിയ മാംസകഷ്ണത്തിനാണ്. പിങ്കളാവൻ നിരാശ സുപ്യം,
പിങ്കളയെ പോലെ വധത്തെന്ന് പറഞ്ഞാൽ നിരാശനായിട്ട് ഞാൻ ഉറങ്ങാം, നിരാശനായിട്ട് ഉറങ്ങാം. പിങ്കളയുടെ കഥ പറയുന്നത് പിങ്കള പുരുഷന്മാരെ ഒക്കെ സ്വീകരിക്കുന്ന ഒരു ആളായിരുന്നു, സ്ത്രീയായിരുന്നു. ഒരു ദിവസം പുരുഷന്മാരാരും വന്നില്ല. അങ്ങനെ വന്നപ്പോൾ പിങ്കള തീരുമാനിച്ച് ഇനി ഞാൻ ഉറങ്ങാൻ പോവാണ്, ഞാൻ നിരാശയല്ല, എനിക്ക് ഇനിയും ഇങ്ങനൊരാശ വേണ്ട എന്നൊക്കെ ഉറങ്ങാൻ പോയത്. അങ്ങനെ ഞാൻ ഉറങ്ങാം എന്നാണ്, നിരാശനായിട്ട് ഞാൻ ഉറങ്ങാം. ഭർത്തവ്യയോഗ കുരരൈവ വിഭവം സാമിഷോന്യേർ നഹന്യൈ. ഭർത്തവ്യം എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു കാര്യം, അത് ഞാൻ സ്വീകരിക്കത്തില്ല. എന്താ പോലെ കുരരപക്ഷിയെ പോലെ. കുരരപക്ഷിയുടെ കഥയുള്ളത് മാംസം സൂക്ഷിച്ച് വെച്ചു എന്നാണ്. പക്ഷേ എന്ത് ചെയ്തു, ആ മാംസം എടുക്കാൻ വേണ്ടി വന്ന് ഈ കുരരപക്ഷിയെ കൂടി വധിച്ച കഥയാണ്. ഞാൻ അങ്ങനെ എല്ലാം ശേഖരിച്ചു വെക്കത്തില്ല എന്നർത്ഥം. വിഭോ സാമിഷം കുരരഹ സാമിഷ കുരരഹ എന്നാണ്. ആമിഷം എന്ന് പറഞ്ഞാൽ മാംസം ശേഖരിച്ചു വെച്ച കുരരപക്ഷി. സാമിഷ എന്ന് പറഞ്ഞാൽ അതിനോട് കൂടിയ കുരരപക്ഷിയെ പോലെ ഞാൻ ഹനിക്കപ്പെടുകയില്ല. അന്യൈഹി നഹന്യേ, അന്യന്മാരാൽ ഞാൻ ഹനിക്കപ്പെടുകയില്ല. അടുത്തതിൽ 4 ഗുരുക്കന്മാർ പറയുന്നത് ശിശു, അതുപോലെ വാള ഒരു ഗുരുവായിട്ട് പറയാം. പിന്നീട് അമ്പുണ്ടാക്കുന്ന ആൾ, പിന്നീട് വീണ്ടും പാമ്പിൻ്റെ കഥ വീണ്ടും പറയുന്നുണ്ട്, വേറൊരു രീതിയിൽ പറയുന്നുണ്ട്. വർത്തേയ വ്യക്തമാനഃ സുഖമതി ശിശുവൻ നിസ്സഹായശ്ചരേയം കന്യായ ഏകശേഷോ വലയൈവ വിഭോ വർജിതന്യോന്യഘോഷഃ തുച്ഛിത്തോ നാവബുദ്ധ്യൈ പരമിഷുകൃതിവ ക്ഷ്മാഭൃതായാനഘോഷം ദേഹേഷ്വന്യപ്രണീതേഷ്വഹിരിഹ ദിവസന്യുന്ദുരോർമന്ദിരേഷു. വർത്തേയ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ വർത്തിക്കാം, സ്ഥിതി ചെയ്തോളാം. തിക്തമാനഃ, ആ അഭിമാനം, വലിയ അഭിമാനമൊന്നും ഇല്ലാത്ത ആളായിട്ട് അതൊക്കെ ഉപേക്ഷിച്ചിട്ട് സ്ഥിതി ചെയ്തോളാം സുഖമായിട്ട്. അത് ശിശുവത്, അതിന് ഉദാഹരണം ഒരു ശിശുവാണ്. ശിശുവിന് വലിയ അഭിമാനം അങ്ങനെയൊന്നുമില്ലല്ലോ. ശിശു നിസ്സഹായനുമാണ് ശിശു. ഞാനും അങ്ങനെ കഴിഞ്ഞോളാം, എനിക്ക് വലിയ അഭിമാനമൊന്നും വേണ്ട, നിസ്സഹായനായിട്ട് കഴിഞ്ഞോളാം എന്നർത്ഥം. ശിശു അങ്ങനെ ഗുരുവാണ് എന്നർത്ഥം. നിസ്സഹായ ചരയം, ഞാനങ്ങനെ സഞ്ചരിച്ചോളാം. പിന്നെ കന്യയുടെ ഒരു ഏകശേഷമായ വളയെപ്പോലെ, അത് പറയുന്നത് ഒരു കഥയായിട്ടാണ്. ഒരു വീട്ടിലെ ഒരു അതിഥി വന്നു. അപ്പോൾ അവിടുത്തെ കന്യ നോക്കിയപ്പോൾ അരിയില്ല, നെല്ല് എടുത്ത് കുത്തിയെങ്കിലേ ഒക്കെയുള്ളൂ. നെല്ല് കുത്താൻ തുടങ്ങിയപ്പോഴേ ഈ വള ഇങ്ങനെ കിളിക്കുന്നു, 2 കൈയിലും വളയിട്ടിരിക്കുകയാണ്. കൂടുതൽ വളയുള്ളതുകൊണ്ട് അതിങ്ങനെ അതിൻ്റെ ശബ്ദം കേൾക്കാം. അപ്പോൾ ഈ കന്യക എന്ത് ചെയ്തു, ഈ വളയെല്ലാം ഒരു കൈയിൽ ഒരു വള മാത്രമാക്കി വെച്ചു. അപ്പോൾ പരസ്പരം ശബ്ദം കേൾക്കുകയില്ല. അപ്പോൾ ഞാനും അതുപോലെ, അപ്പോൾ അതെനിക്കൊരു ഗുരുവായിട്ടിരിക്കട്ടെ, ഞാൻ ആരുമായിട്ടും കൂടുതൽ ഇടപെടാതെ ഒക്കെ ഇരുന്നാലേ ആ ബഹളമൊന്നും ഇല്ലാതിരിക്കും എന്നർത്ഥമാണ്. കന്യയുടെ ഏകശേഷമായ വല ഇവ, അതിനെപ്പോലെ വിഭവം വർജിത അന്യോന്യഘോഷ, ഞാൻ അന്യോന്യം ആൾക്കാരുമായിട്ടുള്ള ഇടപെടൽ കൊണ്ടുള്ള ദുഃഖമൊക്കെ ഇല്ലാക്കാം. വർജിതം പറഞ്ഞാൽ ഇല്ല, ഉപേക്ഷിക്കാം എന്നർത്ഥം. ത്വച്ചിത്തോ നാവബുദ്ധ്യൈ പരം ഇഷുകൃതിവ എന്നാണ്. ത്വച്ചിത്തനായിട്ട്, നിന്നിൽ അർപ്പിച്ച മനസ്സോടുകൂടിയവനായിട്ട്. നാവബുദ്ധ്യൈ, ഞാൻ മറ്റൊന്നും ഇന്നലെ ശ്രദ്ധിക്കാതെ ഇരിക്കാം. ഇഷുകൃത്ത്, ഇഷു എന്ന് പറഞ്ഞാൽ അമ്പ് എന്നെ മൂർച്ച ചെയ്യുന്നവന് എന്നെ പോലെ. എന്താണ്, ഒരു ആൾ അമ്പിനിങ്ങനെ മുറിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ജോലിയാണ്. ഈ അമ്പ് രാജാവിനൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. പക്ഷേ അപ്പോഴാണ് രാജാവ് വരുന്നു, ഈ ചെയ്യുന്ന ആളിൻ്റെ അടുത്തേക്ക് വരുവാണ്. പക്ഷേ ഇയാൾ അറിയുന്നില്ല, രാജാവ് അടുത്ത് വന്ന് നിന്നിട്ടും അറിയുന്നില്ല. കാരണം ഇതിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുകയാണ്. അതാണ് ആ ഷ്മാഭൃത്ത്, രാജാവിൻ്റെ ആയാന ഘോഷമൊന്നും അറിയുന്നില്ല, അത്ര ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. ഞാനങ്ങനെ നിന്നിൽ അതുപോലെ ലയിച്ചിരിക്കാമെന്നാണ് ഇവിടെ പറയുന്നത്. ഏഹേഷ്വന്യപ്രണീതേഷ്വഹിരിവ ദിവസൻ, അന്യപ്രണീതം, മറ്റുള്ള ഒരാൾ വെച്ചാൽ വീട്ടിൽ തന്നെ ഞാൻ താമസിക്കാം, എനിക്ക് പ്രത്യേകിച്ച് വീടൊന്നും വേണമെന്നില്ല. അതിന് ഉദാഹരണമായിട്ട് ഞാൻ ഒരു പാമ്പിനെയാണ് എൻ്റെ ഗുരു. പാമ്പ് എലി ഉണ്ടാക്കുന്ന മാളത്തിൽ പോയിരിക്കും, അല്ലാതെ പാമ്പ് പ്രത്യേകമായിട്ട് മാളമുണ്ട്. ഞാൻ അങ്ങനെ കഴിഞ്ഞോളാം. ഉന്തുരു എന്ന് പറഞ്ഞാൽ എലി, ഉന്തുരുവിൻ്റെ മന്ദിരം, ആ എലിയുടെ മാളം. അടുത്ത പദ്യത്തിൽ 2
ഗുരുക്കന്മാരെ പറയുന്നുണ്ട്. ഒന്ന് ചിലന്തിയും ഒന്ന് വേട്ടാളൻ എന്ന. ത്വയ്യേവത്കൃതം ത്വം ക്ഷപേസി ജഗതിത്യൂർണനാഭാത് പ്രതീയം തുച്ഛിന്ത തുസ്വരൂപം കുരുതൈരി ദൃഢം ശിക്ഷയേ പേശകാരാത് വിഡ്ഭസ്മാത്മാ ച ദേഹോ ഭവതി ഗുരുവരോ യോ വിവേകം വിരക്തിം തത്തേ സഞ്ചിന്യമാനോ മമതു ബഹുരുജാ പീഡിതോയം വിശേഷാത് ത്വയ്യേവ ത്വത്കൃതം, നിന്നിൽ തന്നെ നിന്നാൽ ചെയ്യപ്പെട്ടത് ത്വം ക്ഷപേസി, നീ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. അത് ഈശ്വരൻ മായ വിലാസം കൊണ്ട് പ്രപഞ്ചം ഉണ്ടാക്കിയിട്ടത് തിരിച്ച് ഈശ്വരനിൽ തന്നെ ലയിക്കുന്നു. ഇത് ഞാനെങ്ങനെ ഈ തത്വം ഞാൻ ഊർണനാഭാത് പ്രതീയം. ഊർണനാഭം എന്ന് പറഞ്ഞാൽ ചിലന്തി സ്വന്തം ശരീരത്തിൽ നിന്നാണ് വല ഉണ്ടാക്കിയിട്ട് അവിടെ കഴിയും. എന്നിട്ടത് വേറൊരിടത്തോട്ട് പോവുകയാണെങ്കിൽ ഈ വല മുഴുവൻ സ്വന്തം ശരീരത്തിലേക്ക് ഇങ്ങനെ എടുക്കുകയാണ്. അങ്ങനെ ചിലന്തി പോകുന്നത്, അല്ലാതെ വല അവിടെ ഇട്ടിട്ട് പോവുകയില്ല. അത് ഞാൻ പ്രപഞ്ചം അങ്ങനെയാണ് ഈശ്വരനിൽ നിന്ന് വന്ന് തിരിച്ച് ഈശ്വരനിലേക്ക് പോകുന്നുള്ളത് ഞാൻ ചിലന്തിയിൽ നിന്നും പഠിക്കാം. അതാണ് തുച്ഛിന്ത തുസ്വരൂപം ഗുരുതൈതി ദൃഢം ശിക്ഷയെ പേശകാരാത്. എപ്പോഴും നിന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിന്റെ സ്വരൂപം തന്നെ ലഭിക്കുന്നു. കുരുതേ, സ്വരൂപത്തെ കുരുതേ എന്നാണ് ചെയ്യുന്നു എന്ന് ദൃഢം നിശ്ചയമായും ശിക്ഷയെ ഞാൻ പഠിക്കാം. പേശകാരാത്, പേശകാരൻ എന്ന് പറഞ്ഞാൽ വേട്ടാളെന്ന് പറഞ്ഞൊരു ജീവിയുണ്ട്. അതിൻ്റെ കൂട്ടിലെ ചെറിയ ജീവികളെ കൊണ്ട് അതിനകത്ത് വെക്കും. അപ്പോൾ ഈ ചെറിയ ജീവികളോടിരുന്ന് ഇങ്ങനെ വേട്ടാളിനെ പേടിച്ച് ഇരുന്ന് ആ പേടി കൊണ്ട് വളരെ കാലം കഴിയുമ്പോൾ അത് വേട്ടാളിനായി മാറുന്നു എന്നൊരു സങ്കല്പമാണ്. അപ്പോൾ ഞാനും അങ്ങനെ ആയിക്കോളാമെന്ന് നിന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കാം. എന്നപ്പോൾ അങ്ങനെ ഞാൻ നിൻ്റെ സ്വരൂപമായിട്ട് മാറാം എന്നാണ്. അത് ഞാൻ വേട്ടാളൻ എന്നുള്ള ജീവിയിൽ നിന്ന് പഠിക്കാം. ഭൂമി, വായു, ആകാശം, ജലം, അഗ്നി, ചന്ദ്രൻ, സൂര്യൻ, കബോധം, പെരുമ്പാമ്പ്, സമുദ്രം, ശലഭം, വണ്ട്, ആന, തേനെടുക്കുന്നവൻ, മാന്, മത്സ്യം, പിങ്കള, കുരരപ്പക്ഷി, ശിശു, വള, അമ്പുണ്ടാക്കുന്നവൻ, പാമ്പ്, ചിലന്തി, വേട്ടാളൻ. ഇങ്ങനെയാണ് 24 പേരുടെ ഗുരുക്കന്മാരായിട്ട് പറഞ്ഞത്. ഇനിയത്തെ 2 വരിയിൽ ഭട്ടതിരി പറയുന്നു 25ാമതൊരു ഗുരുവായിട്ട് നമ്മളുടെ ശരീരം അതിനെക്കുറിച്ച് പറയുന്നതാണ്. പ്രത്യേകിച്ച് ഭട്ടതിരിക്ക് രോഗം കൊണ്ട് ശരീരത്തെക്കുറിച്ച് പ്രത്യേകമായിട്ടുള്ള ശരീരം ഇത്ര ദുഃഖദം ആണല്ലോ എന്നുള്ളൊരു ചിന്തയുണ്ട്. അതുകൊണ്ട് പറയുന്നതാണ് വിഡ്ഭസ്മാത്മാ. വിട്ടെന്ന് പറഞ്ഞാൽ മാലിന്യം, ഭസ്മം ഇവയായിട്ട് ഇവയാണ് ഈ ശരീരം എന്നർത്ഥം. അതേയായിട്ട് മാറുകയുമാണല്ലോ. പക്ഷേ ദേഹ, അങ്ങനെയുള്ള ദേഹം ഭവതി ഗുരുവരഹ, ഒരു ഗുരു ശ്രേഷ്ഠൻ തന്നെയാണ്. യോ വിവേകം വിരക്തിം തത്തെ. എന്താണ് അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വിവേകവും വിരക്തിയും ഉണ്ടാകും. സഞ്ചിന്യമാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഈ ശരീരം തന്നെ നമുക്ക് ഗുരു ആണ് അർത്ഥം. വിവേകവും വിരക്തിയും ഉണ്ടാക്കുന്ന ഗുരുവാണ്. മമതു, എനിക്കാകട്ടെ ബഹുരുജ പീഡിതോ. ബഹുരുജ, വളരെയധികം രോഗത്തെ കൊണ്ട് പീഡിതനായ ഈ ശരീരം മമതു വിശേഷാത്, എനിക്ക് വിശേഷിച്ചും ഗുരുവാണ്. ഈ ഹി മേ ദേഹമോഹം ത്യജ പവനപുരാധീശയത് പ്രേമഹേതോർഗേഹേ വിത്തേ കളത്രാദിഷു ച വിവശിതാസ്ത്വത്പദം വിസ്മരന്തി സോയം വന്നേ ശുനോ വാ പരമിഹ പരതഃ സാമ്പ്രതം ചാക്ഷീകർണത്വജിഹ്വദ്യാ വികർഷന്ത്യവശമതൈതഃ കോപി നത്വത്പദാബ്ജേ. ഹി എന്ന് പറഞ്ഞാൽ കഷ്ടം. മേ ദേഹമോഹം, എൻ്റെ ഈ ശരീരമോഹം, ശരീരത്തോടുള്ള ഒരു താല്പര്യം. എന്ത് കഷ്ടം. ത്യജ, അത് ത്യജിക്കണം. പവനപുരാധീശ യത് പ്രേമഹേതോഹു, യാതൊന്നോടുള്ള പ്രേമം താല്പര്യം കൊണ്ട്, അതുകൊണ്ട് കാരണം കൊണ്ട്, ഹേ വിത്തേ കളത്രേ, വീട്, ധനം, കളത്രം, പത്നി, ആദിഷു തുടങ്ങിയവയിൽ വിവശിതാഹ, വിവശന്മാരായി മാറുന്നു. തുത്പദം വിസ്മരന്തി, അങ്ങേ ഓർക്കുന്നുമില്ല, അതിനുള്ള സമയമൊന്നുമില്ല എന്നർത്ഥം. സോയം വന്നേ ശുനോവാ പരമിഹ പരതഃ, ശേഷം, മരിച്ചതിന് ശേഷം, പരം ഏറ്റവും എന്നുള്ളതാണ്. സഹായം, ആ ശരീരം വന്നേ ശുനോവ പരം, ഒന്നീ അഗ്നിക്കായിട്ട് മാറും, അല്ലെങ്കിൽ വിനയനെ എടുത്തുകൊണ്ട് പോകും. അത് നമ്മുടെ അന്ത്യം കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ വരുന്നത്. എന്നാൽ പൊട്ടിനിയും ഇപ്പോൾ എന്തുവാന്ന് ചോദിച്ചാൽ അതിന് സാമ്പ്രതം. ഇപ്പോഴോ വെച്ചാൽ അക്ഷി കർണ ത്വഗ്ജിഹ്വാദ്യാഹ, കണ്ണ്, ചെവി, ത്വക്ക്, ജിഹ്വ, നാക്ക് തുടങ്ങിയവ ഇങ്ങനെ
പല രീതിയിൽ വികർഷന്തി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വലിച്ചുകൊണ്ടിരിക്കും. അത് ആ ഇന്ദ്രിയങ്ങളിലൊക്കെ ഇന്ദ്രിയത്തിന് താല്പര്യമുള്ള കാര്യങ്ങളിൽ ആകർഷിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഈ ഓരോ ഇന്ദ്രിയങ്ങൾക്ക് ഓരോ ദുഃഖവും വരുമല്ലോ. അവശമായിട്ട് നമുക്ക് സ്വാധീനമില്ലാത്ത രീതിയിൽ എന്നുള്ളതാണ്. ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. അവിടെയും ഇവിടെയൊക്കെ കോപിനത്വത്പദേ, ഇതൊന്നും തന്നെ നിന്റെ പാദാബ്ജത്തിലോട്ട് അങ്ങോട്ട് നയിക്കുന്നതുമില്ല. ദുർവാരോ ദേഹമോഹോ യതി പുനരധുനാം തർഹി നിശേഷദോഷാൻ ഹൃത്വാ ഭക്തിം ദൃഢിഷ്ഠാം ഗുരുതവ പദവങ്കേരുഹേ പങ്കജക്ഷ നൂനം നാനാഭവന്തേ സമധിഗതമം മുക്തിദം വിപ്രദേഹം ക്ഷുദ്രേഹന്തമാമാഷിപ വിഷയരസേ പാഹി മാം മരുദേശ. ദുർവാരഹ എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ ഉപേക്ഷിക്കാൻ സാധിക്കാത്തതാണ് ദേഹമോഹം, ശരീരമോഹം. എങ്കിൽ യതി അങ്ങനെയാണെങ്കിൽ പുനരധുന ഇപ്പോൾ തർഹി അങ്ങനെയാണെങ്കിൽ അങ്ങനെ വേണ്ട, ഉപേക്ഷിക്കേണ്ട മോഹം. പക്ഷേ നിശേഷ രോഗാൻ ഹൃത്വ, ഈ രോഗങ്ങളൊന്നും ഉണ്ടാകാതെ ആദ്യം നോക്കണം. അങ്ങ് വേണം, അങ്ങനെ എല്ലാം ഹരിച്ചിട്ട് ഇല്ലാതാക്കിയിട്ട് എന്ത് വേണം? ഭക്തിയും ദൃഢിഷ്ഠാം ഗുരു, ദൃഢമായ ഭക്തിയെയും ഉണ്ടാക്കിത്തരണം. തവ പദപങ്കേരുഹേ, അങ്ങയുടെ പദപങ്കേരുഹത്തിൽ ഭക്തിയെയും ഉണ്ടാക്കിത്തരണം. പങ്കജാക്ഷ, ഈ ലോകബന്ധം ഒക്കെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് മനുഷ്യന് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. എങ്കിലേ അങ്ങനെയും തത്വം പറയുന്നുണ്ട്. നമ്മളുടെ കർത്തവ്യമൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കണമെന്ന്. അത് ശരിയാണ്. പക്ഷേ അപ്പോൾ വേണ്ടതെന്താ? ഗുരുവായൂരപ്പനോട് ഭട്ടതിരി പറയുകയാണ്, എൻ്റെ ആർക്ക് ഈ രോഗം വരാതിരിക്കണം. ഭട്ടതിരി അത്ര വിഷമിക്കുന്നുണ്ടെന്നർത്ഥമാണ്. എന്നിട്ട് ഭക്തി വേണം, ഭക്തിയും തരണം. അതാണ് അങ്ങ് ചെയ്യേണ്ടത്. നൂനം നാനാഭവാന്തേ എന്ന് പറഞ്ഞാൽ, ഭവം എന്ന് പറഞ്ഞാൽ ലൗകിക ജീവിതത്തിനെ കുറിച്ച്. അങ്ങനെ പല ലൗകിക ജന്മമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ അവസാനം സമധിഗതമായി കിട്ടിയ ഇമും മുക്തി ദാനം ചെയ്യുന്നതാണ് വിപ്രദേഹം, ഈ ബ്രാഹ്മണദേഹം, ഈ ബ്രാഹ്മണ ജന്മം. അത് ക്ഷുദ്രമായ എന്താന്ന് പറഞ്ഞാൽ കഷ്ടം മാമാ ശിവ വിഷയരസേ, ഇത് വിഷയരസത്തിൽ ഇട്ടുകളയല്ലേ ഈ ജന്മം. വിഷയരസം എന്ന് പറഞ്ഞാൽ ലൗകിക ജീവിതരസം, അതിലിട്ടുകളയല്ലേ. പാഹി മാം മരുദേശ, അല്ലയോ ഗുരുവായൂരപ്പ എന്നെ രക്ഷിച്ചാലും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.